നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒമാന്റെ ദേശീയ ദിനാഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങി. ആഘോഷങ്ങൾക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നേതൃത്വം നൽകും. ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് നഗരങ്ങളും പാതയോരങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. ദേശീയ ദിനം ആഘോഷിക്കുന്നതിനായി പൗരന്മാരും പ്രവാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി നാവിക പ്രദർശനവും വെടിക്കെട്ടും നടക്കും. GCC രാജ്യങ്ങളിലെ നാവികസേനകളിൽ നിന്നുള്ള കപ്പലുകൾ എത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ സ്ക്രീനുകളിൽ സ്ട്രീം ചെയ്യുന്ന നാവിക പ്രദർശനത്തോടൊപ്പം ലേസർ ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, സൈനിക സ്കൗട്ട്, ഗൈഡ് ബാൻഡുകൾ, റോയൽ നേവി ഓഫ് ഒമാൻ എക്സിബിഷൻ എന്നിവ ഉണ്ടായിരിക്കും. അൽബറക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ സായുധസേന, റോയൽ ഒമാൻ പോലീസ്, സൈനിക സുരക്ഷാ സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ തുടങ്ങിയവർക്ക് മെഡലുകളും രാജകീയ ബഹുമതികളും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു. പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസൈദ അഹദ് ബിൻ അബ്ദുള്ള അൽ ബുസൈദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ചു. 24 ഒമാൻ. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. തിരുവനന്തപുരത്ത് വെർച്വൽ അറസ്റ്റിലൂടെയും ട്രേഡിംഗിലൂടെയും 87 ലക്ഷം രൂപ തട്ടിയെടുത്തു. മുംബൈ പോലീസ് എന്ന വ്യാജേനയായിരുന്നു വെർച്വൽ അറസ്റ്റ്. ട്രേഡിംഗ് വഴി തട്ടിയെടുത്തത് 72 ലക്ഷം രൂപയാണ്. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, വിവരങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ എന്താണ് മേഘന? സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. അത് വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വെർച്വൽ അറസ്റ്റിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണം കവരുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതിൽ തിരുവനന്തപുരം സ്വദേശികളാണ് ഇപ്പോൾ നിലവിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. മൊത്തത്തിൽ 87 ലക്ഷം രൂപ തട്ടിയെടുത്തു പ്രതികൾ എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത്. അത് വെർച്വൽ അറസ്റ്റിലൂടെയും കൂടാതെ ട്രേഡിംഗിലൂടെയുമാണ് ഈ 87 ലക്ഷം തട്ടിയെടുത്തിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത്. ആദ്യം ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി പിന്നീട് വലിയ തുകയിലേക്ക് എത്തുന്നു. അങ്ങനെ 72 ലക്ഷം രൂപ ട്രേഡിംഗ് വഴിയും മൊത്തത്തിൽ 87 ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ പോലീസിന്റെ കണ്ടെത്തലായിട്ടുള്ളത്. പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ പോലീസ് എന്ന് കബളിപ്പിച്ചായിരുന്നു ഈ വെർച്വൽ അറസ്റ്റ് എന്നും ഇപ്പോൾ പരാതിക്കാർ പറയുന്നുണ്ട്. ഇതിൽ ഈ ട്രേഡിംഗ് വഴിയും വെർച്വൽ അറസ്റ്റ് വഴിയും പണം തട്ടിയത് ഒരേ സംഘമാണ് എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഉള്ളത്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ട്രേഡിംഗ് വഴി തട്ടിയെടുത്തത് 72 ലക്ഷം രൂപയാണ്. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശാസ്ത്ര സാങ്കേതിക ലോകത്തെ പുതിയ സാധ്യതകളെയും നൂതനാശയങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനായി ദോഹയിൽ നോട്ടെക് പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്ന പ്രദർശനത്തിന് പുറമെ വിവിധ സെഷനുകളിലായി നടന്ന ബോധവൽക്കരണ പരിപാടികളും ഏറെ ശ്രദ്ധേയമായി. ഖത്തറിലെ 6 സോണുകളിൽ നിന്നും 14 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുമായി 300ഓളം മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്യാമ്പസ് വിഭാഗത്തിൽ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. MES ഇന്ത്യൻ സ്കൂൾ, മെഷാഫ് പോഡാർപേൾ സ്കൂൾ എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സോൺ വിഭാഗത്തിൽ ഹിലാൽ സോൺ 1ാം സ്ഥാനവും ഗരാഫ സോൺ 2ാം സ്ഥാനവും നേടി. നോട്ടെക്കിന്റെ ഭാഗമായി നടന്ന എക്സ്പോ പവലിയൻ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ഇൻകാസ് ജനറൽ സെക്രട്ടറി KV ബോബൻ, ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജിതേഷ് പുത്തൻ വീട്ടിൽ, പൂനെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ദിനേശ് ബക്ഷി തുടങ്ങിയവർ ക്യാമ്പസ് ക്ലോസിംഗ് സെറമണിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഐടോക് സെഷനിൽ കൗൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റുമായ ജോർജ് വി ജോയി, SM ബഷീർ, ഫിറോസ് PT, ഉബൈദ് പേരാമ്പ്ര തുടങ്ങിയവരും, ഇവോൾവർ സെഷനിൽ റേഡിയോ മലയാളം ജനറൽ മാനേജർ നൌഫൽ അബ്ദുൾ റഹ്മാൻ, ഉബാദ സക്കാഫി എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ബിഗ് ക്വിസ്, സെമിനാർ, ലെജൻഡറി സെഷനുകളും ഏറെ ശ്രദ്ധേയമായി. സമാപന സംഗമത്തിൽ SSF കേരള സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി, ICF നേതാക്കളായ അഹമ്മദ് സക്കാഫി പേരാമ്പ്ര, മുഹമ്മദ് ഷാ ആയഞ്ചേരി, അബ്ദുൽ അസീസ് സക്കാഫി പാലോളി, റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഇരിങ്ങല്ലൂർ, ഹബീബ് മാട്ടൂൽ എന്നിവർ സംബന്ധിച്ചു. നാഷണൽ ചെയർമാൻ ഉനൈസ് അമാനിയുടെ അധ്യക്ഷതയിൽ നടന്ന നോട്ടെക് 3 സംഗമത്തിന് അബ്ദുൽ ഫത്താഹ് സ്വാഗതവും ഫായിസ് ചേലക്കര നന്ദിയും പറഞ്ഞു. 24 ദോഹ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വിധി നാളെ. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസിൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഈ വിധി നിർണായക സ്വാധീനം ചെലുത്തും. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും
ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മുന്നൊരുക്കങ്ങളിലെ പാളിച്ചയിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനായി വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കണം. അടിസ്ഥാന സൗകര്യവും തിരക്ക് നിയന്ത്രണവും ഈ സമിതിയുടെ കീഴിൽ വരണം. വിവരശേഖരണം നടത്തി വിവിധ സോണുകളായി തിരിച്ച് ഉൾക്കൊള്ളാനാവുന്ന ഭക്തരുടെ എണ്ണവും കണക്കാക്കണം. ഓരോ മണ്ഡലകാല സീസണിന് മുൻപും ശേഷവും വിദഗ്ധ സമിതി യോഗം ചേരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ദേവസ്വം മന്ത്രിക്ക് യോഗം വിളിക്കാനാവില്ലെന്ന പരാതി ഉയർന്നിരുന്നു. അടിയന്തരമായി ഏകോപനം ആവശ്യമുള്ള സമയമാണെന്നും യോഗം വിളിക്കാൻ മന്ത്രിയെ അനുവദിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശുചിമുറി, വെള്ളം, ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം ഉറപ്പാക്കണം. ഭക്തരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേസ് 24-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഗൂഗിളി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 മത്സരങ്ങൾ ജിദ്ദയിൽ ആരംഭിച്ചു. അണ്ടർ 18 വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയും അൽ ഹുക്കമ ഇന്റർനാഷണൽ സ്കൂൾ ജിദ്ദയും ഫൈനലിലേക്ക് യോഗ്യത നേടി. അണ്ടർ 13, അണ്ടർ 16 വിഭാഗങ്ങളിലെ സെമി ഫൈനൽ ഈ മാസം 21-ന് നടക്കും. എല്ലാ വിഭാഗങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ 28-ന് നടക്കും. ജിദ്ദ സിത്തീൻ റോഡിലുള്ള അൽമഹർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. റഷീദ് അലി, സുബൈർ OP, ഷാജി അബൂബക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണ നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതിന് മുന്നേ തലസ്ഥാനത്ത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ പേരായിരുന്നു 24 വയസ്സുകാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിന്റേത്. മുട്ടട വാർഡിൽ പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് CPIM ബ്രാഞ്ച് അംഗമായ ധനേഷ് കുമാർ പരാതിയുമായി എത്തിയത്. വൈഷ്ണ മുട്ടട വാർഡിലെ സ്ഥിരം താമസക്കാരിയല്ലെന്നും കൃത്രിമമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നുമായിരുന്നു പരാതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വൈഷ്ണയെയും പരാതിക്കാരെയും കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെയും വിശദമായി കേട്ടു. പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് നീക്കം ചെയ്ത നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദ് ചെയ്തത്. ഉത്തരവിൽ സന്തോഷമെന്നും വിവാദ സമയത്ത് വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും വൈഷ്ണ 24-നോട് പറഞ്ഞു. നമ്മൾ അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട്. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടി റദ്ദ് ചെയ്തത്. വൈഷ്ണ സുരേഷ് നൽകിയ രേഖകൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധിച്ചില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിയമവിരുദ്ധമെന്ന് അറിഞ്ഞിട്ടും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്നും വിമർശനമുണ്ട്. അതേസമയം പേര് നീക്കം ചെയ്ത നടപടി പ്രചാരണ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. കോടതി വിധിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020-ൽ വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020-ൽ വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു.
അതേസമയം വിയും വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. സമ്മർദ്ദം വ്യക്തമായിട്ടും BLO മാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLO മാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLO മാർ ചെയ്യുന്നത്. BLO മാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കി പാളയത്തിൽ പട. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥിയായ ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠനെ CPIM പുറത്താക്കി. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിമത സ്ഥാനാർത്ഥിയായി. വടകര നഗരസഭയിൽ ലീഗിനും വിമത സ്ഥാനാർത്ഥിയുണ്ട്. തൃശൂർ അരിമ്പൂരിൽ യുവമോർച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുമായി BJP RSS പ്രവർത്തകരും രംഗത്തെത്തി. CPIM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ശ്രീകണ്ഠനെ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതിന് പുറമെ സംസ്ഥാന സമിതി അംഗം കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണമുന്നയിച്ചതും ശ്രീകണ്ഠനെ പുറത്താക്കുന്നതിന് കാരണമായി. വാർഡിന് പുറത്തുനിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് വയനാട് മുള്ളൻകൊല്ലിയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കണ്ടന്തുരുത്തി വിമത സ്ഥാനാർത്ഥിയാകുന്നത്. പുറത്തുനിന്നുള്ള ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത് എന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട ടൗൺ വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയതിൽ പ്രതിഷേധിച്ച് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും അറിയിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MJ ആനന്ദ് രാജിവെച്ചു. DCC പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണനയെന്നാരോപിച്ച് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ BJP-യിൽ ചേർന്നു. സ്വന്തം വാർഡിൽ മറ്റുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് വടകര നഗരസഭയിലെ മുസ്ലിം ലീഗ് നേതാവ് VC നാസർ മാസ്റ്റർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഞാൻ സ്വന്തമായി മത്സരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എൻ്റെ പാർട്ടി നേതൃത്വമാണ്. നിലവിലെ മുനിസിപ്പൽ പ്രസിഡന്റിന്റെ സ്വന്തം കൈപ്പടയിൽ മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹം സീറ്റ് നൽകിയത്. ഇതൊരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശൂർ അരിമ്പൂരിലെ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി എടക്കാട്ടിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP RSS പ്രവർത്തകർക്ക് എതിർപ്പ്. നേരത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന ശശീന്ദ്ര അനിൽകുമാർ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കും. അതേസമയം പറപ്പൂർ പഞ്ചായത്തിൽ CPIM-നെതിരെ CPI മത്സരിക്കും. മുന്നണി മര്യാദ പാലിക്കാതെ CPIM സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് ആരോപിച്ചാണ് CPI സ്ഥാനാർത്ഥിയെ നിർത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഖത്തറിലെ പ്രവാസി മലയാളി കുട്ടികളുടെ സൗഹൃദ കൂട്ടായ്മയായ മില്ലേനിയം കിഡ്സ് 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. കേരളം നമ്മുടെ കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന മത്സരത്തിൽ 900-ൽ പരം കുട്ടികൾ പങ്കെടുക്കും. ഈ മാസം 20, 21 തീയതികളിൽ തുമാമ ഒലീവ് ഇന്റർനാഷണൽ സ്കൂളിലാണ് മത്സരം. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 5-ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ അശോക ഹാളിൽ നടക്കുന്ന ആഘോഷത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറും. മില്ലേനിയം കിഡ്സ് ട്രഷറർ റിനോയ് ഭുവനരാജ്, ഇവന്റ് ഹെഡ് ഹരീഷ് സന്തോഷ്, സെക്രട്ടറി പല്ലവി സുധാകരൻ, കോർഡിനേറ്റർ രതീഷ് പാറപ്പുറത്ത്, സെഷൻസ് കോർഡിനേറ്റർ ജിസ്ഹീത ജയകൃഷ്ണൻ, ക്വിസ് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ ചടയമംഗലം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരളപ്പിറവി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഖത്തർ തൃശൂർ ജില്ലാ സൗഹൃദവേദി മാനവ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ പ്രഭാഷകനും കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകനുമായ ഫാദർ ഡേവിസ് ചിറമേൽ സംസാരിക്കും. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് 10-ലധികം പേരെ കാണാനില്ല. അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോയത് എന്നാണ് സംശയിക്കുന്നത്. ഇതിനിടെ ഡോക്ടർ ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗിൽ വെച്ചെന്ന് NIA കണ്ടെത്തൽ. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ 10-ലധികം പേരെ കാണാനില്ല എന്നാണ് വിവരം. ഇതിൽ 3 പേർ കശ്മീർ സ്വദേശികളാണ്. കാണാതെയായ വ്യക്തികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വ്യക്തികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതുമായാണ് വിവരം. കാണാതായവരിൽ പലർക്കും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉമർ നബി ജെയ്ഷെ സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് പാർക്കിങ്ങിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് സൂചന. 24 ഡൽഹി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും തുടരും. നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. പട്നയിൽ ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പിന്നാലെ രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ ഗവർണറെ കണ്ടു. രാജി സമർപ്പിച്ച സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായ BJPയുടെ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും തുടരും. JDUവിൽ നിന്ന് 9 പേരും BJPയിൽ നിന്ന് 10 പേരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പസ്വാൻ. कल शपथ के बाद इस बात को पूरा प्रयास किया जाएगा कि जो वादे हम लोगों ने संकल्प पत्र में किए हैं एक एक करके जल्द से जल्द उन वादों पर हमारी NDA की सरकार खरा उतरेगी. നാളെ രാവിലെ 11:30 പട്നയിലെ ഗാന്ധി മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 24 ഡൽഹി. US-ൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ഗുണ്ടാ നേതാവ് അൻമോൾ ബിഷ്ണോയി NIA കസ്റ്റഡിയിൽ. ഡൽഹി പട്യാല ഹൌസ് കോടതിയുടേതാണ് നടപടി. ഇന്ത്യയിലെത്തിച്ച ശേഷമുള്ള ചിത്രവും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരൻ, മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി, പഞ്ചാബി ഗായകൻ സിദ്ധു മൂസാവാല കൊലപാതക കേസ്, ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് നേരെ വെടിയുതിർത്ത കേസ് തുടങ്ങി ഇന്ത്യയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗുണ്ടാ നേതാവാണ് അൻമോൾ ബിഷ്ണോയി. US-ൽ നിന്ന് ഡൽഹിയിലെത്തിച്ചതിന് പിന്നാലെ അൻമോൾ ബിഷ്ണോയിയെ കസ്റ്റഡിയിലെടുത്ത് NIA ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. 11 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. US-ൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയിയെ നാടുകടത്തിയത്. ഭാനുപ്രതാപ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അൻമോൾ ബിഷ്ണോയി US-ലേക്ക് കടന്നത്. 24 ഡൽഹി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. 16-കാരന്റെ മാതാവിന്റെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചും കനകമല കേസുമായി ബന്ധപ്പെടുത്തിയുമാണ് അന്വേഷണം. സംഭവത്തിൽ NIAയും അന്വേഷണം തുടങ്ങി. 24 ഫോളോ അപ്പ്. ദുരൂഹത സംശയിച്ചാണ് വെഞ്ഞാറമൂട് UAPA കേസിൽ കേരള പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. UK-യിൽ വെച്ച് മാതാവും വെമ്പായം സ്വദേശിയായ ആൺസുഹൃത്തും ചേർന്ന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു 16-കാരന്റെ പരാതി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് UAPA ചുമത്തിയത്. പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതാവിൽ നിന്നും വിവരം തേടിയപ്പോൾ കുടുംബ പ്രശ്നം മൂലമുള്ള വൈരാഗ്യമെന്ന വിശദീകരണം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല.
മാതാവിന്റെ ആൺസുഹൃത്തിന്റെ കനകമല കേസുമായുള്ള ബന്ധമുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില തെളിവുകൾ കുട്ടിയുടെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചുവെന്നും വിവരമുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മാതാവിന്റെ ആൺസുഹൃത്തിന്റെ വിദേശത്തെ യാത്രകളിലും ദുരൂഹതയുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.